ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ചടയമംഗലം പോരേടം റോഡിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മി ജ്വല്ലറിയിലാണ് മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. ജ്വല്ലറിയിൽ ഭാര്യ ഭർത്താക്കന്മാർ എത്തുകയും അവിടെ സ്വർണ്ണാഭരണങ്ങൾ തിരയുന്ന വേളയിൽ ജ്വല്ലറിയിലെ സ്റ്റാഫുകൾക്ക് നേരെ മുഖത്ത് സ്പ്രേ അടിച്ചുകൊണ്ടായിരുന്നു മോഷണ ശ്രമം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഫീനിക്സ് മീഡിയ പുറത്തുവിടുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭാര്യയും ഭർത്താവും കൂടി വന്ന് 2 പവൻ്റെ മാലയും 2 പവൻ്റെ കുരിശും നോക്കി. അങ്ങനെ കുരിശിൻ്റെ കുറേ നേരം വില പേശി. അന്നേരം പണിക്കൂലി തീരെ കുറച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. കാൽക്കുലേറ്ററെല്ലാം അടിച്ച് കാണിച്ച് ആ സമയത്ത് പറയും 2 പവൻ്റെ കുരിശ് വേണമെന്ന്. കുരിശും കൂടെ എടുത്ത് കൊണ്ടുപോകും. കുരിശിൻ്റെ കൊളുത്ത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് മാറ്റി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ആ സമയത്താണ് ഇവർ നമ്മുടെ മുഖത്ത് സ്പ്രേ അടിക്കുന്നത്. പെപ്പർ സ്പ്രേ ആയിരുന്നു, കുരുമുളക് സ്പ്രേ ആണോ? പക്ഷേ അഴലൊക്കെ ഉണ്ട്. എൻ്റെ ഈ ഭാഗത്ത് അടിച്ച സേഡ്ജിയുടെ മുഖത്തായിപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഡോറ് തള്ളി തുറക്കുന്ന നേരത്ത് ഭർത്താവ് വെളിയിൽ നിന്ന് ഡോറ് അങ്ങോട്ട് അകത്തോട്ട് തള്ളിക്കൊണ്ട് നിന്നുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. വിളിച്ചു കൂന്ന കേട്ടോണ്ടാണ് ആൾക്കാർ ഓടി വന്നത്. ഭാര്യ ആദ്യമേ കയറി സ്കൂട്ടി സ്റ്റാർട്ടാക്കി പെട്ടെന്ന് പോയി സ്കൂട്ടി ചുരിദാറാണ്, നീല കളർ. പയ്യൻ കറുത്ത ഒരു ഷർട്ടാണ്, കറുത്ത പയ്യനുമാണ്. കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കഴിഞ്ഞ സമയം 12:30 മണി സമയത്തോടു കൂടി ഈ ലേഡി വന്നിരുന്നു. ലേഡി വന്ന് 2 പവൻ്റെ മാല നോക്കിയിട്ട് ഫോൺ ചെയ്തു ഭർത്താവിനെ വിളിച്ച് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു ഭർത്താവ് തിരക്കിലാണ്, അതുകൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെയാണ് ഇന്ന് വന്നത്. എപ്പോഴായിരുന്നു സംഭവം? അത് ഒരു 12:30 ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത്. മാതാ കുരിശ് നോക്കാൻ വേണ്ടി വന്നത്. എടുക്കണം എല്ലാം പേശി അവർ ഓടി പോകാൻ ഇറങ്ങിയപ്പോൾ അവർ സ്പ്രേ അടിച്ചു. പെട്ടെന്നുള്ളൊരു അതിനെ ഒന്നും നമുക്ക് മനസ്സിലായില്ല. എന്തായാലും CCTV ദൃശ്യങ്ങളുണ്ട് അല്ലേ?